KTU ഡിജിറ്റൽ VC നിയമനത്തിൽ ഗവർണറെ പ്രതിസന്ധിയിലാക്കി മുഖ്യമന്ത്രി തയ്യാറാക്കിയ പരിഗണനാ പട്ടിക. മുഖ്യമന്ത്രിയുടെ മുൻഗണനാ ലിസ്റ്റിൽ പഴയ VCമാരായ സജി ഗോപിനാഥും MS രാജശ്രീയും പട്ടികയിൽ താഴെയുള്ളത്. അക്കാദമിക് യോഗ്യതയുള്ളവർക്ക് പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി പട്ടിക തയ്യാറാക്കിയത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എങ്ങനെ VCമാർക്കായുള്ള അന്വേഷണം, അതിൽ തന്നെ നിലവിലുള്ള താൽക്കാലിക VCമാരൊക്കെ അഭിമുഖത്തിനായി എത്തിയ വാർത്തയൊക്കെ നമ്മൾ നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു മുൻഗണനാ പട്ടിക വരുമ്പോൾ എങ്ങനെയാണ് അത് ഗവർണർക്ക് ഒരു തിരിച്ചടിയാവുന്നത്? ആരൊക്കെയാണ് നിലവിൽ ആ മുൻഗണനാ പട്ടികയിൽ ഉള്ളത്? വിജിൻ. ജിൽസി സൈഫുദ്ദീൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള സെർച്ച് കമ്മിറ്റി അഭിമുഖം നടത്തിയത് അത് 8 മുതൽ 11 തീയതി വരെയായിരുന്നു. അതിൽ നിന്ന് 4 പേരടങ്ങിയ ലിസ്റ്റാണ് 2 സർവകലാശാലകളിലേക്കും സെർച്ച് കമ്മിറ്റി നൽകിയത്. ജസ്റ്റിസ് സുധാംശു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിക്ക് ഈ ലിസ്റ്റ് സീൽ വെച്ച കവറിൽ ആണ് ഈ കമ്മിറ്റി സമർപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വിദേശ പര്യടനത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഇതിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത്. നിലവിൽ അങ്ങനെ മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് കൈമാറാനാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നത്. ഇതിൽ നിന്ന് മുഖ്യമന്ത്രി നൽകുന്ന പരിഗണനാ പട്ടികയിൽ നിന്ന് VCമാരെ തിരഞ്ഞെടുക്കാനാണ് സുപ്രീം കോടതി ഗവർണർക്കും നിർദ്ദേശം നൽകിയിരുന്നത്. ഈ ലിസ്റ്റാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ലിസ്റ്റിലുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ സെർച്ച് കമ്മിറ്റി നൽകിയ 4 വീതം അംഗങ്ങളുള്ള ലിസ്റ്റിൽ MS രാജശ്രീ മുൻ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറാണ്. പിന്നീട് സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന ശേഷമാണ് അവർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഒപ്പം തന്നെ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയിൽ ടേം പൂർത്തിയാക്കിയ വൈസ് ചാൻസലറാണ്. ഇവർ രണ്ടുപേരും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന പട്ടികയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല നിയമന പട്ടികയിലും ഇടം പിടിച്ചവരാണ്. 4 പേരിൽ ഇവരുടെ പേരുകൾ കൂടി ഉണ്ടായിരുന്നു. സിസ തോമസ് ഉൾപ്പെടെയുള്ളവരും ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവരെ തഴഞ്ഞുകൊണ്ട് ഇവരുടെ പ്രയോറിറ്റി താഴേക്ക് മാറ്റിക്കൊണ്ടുള്ള ലിസ്റ്റാണ് നിലവിൽ മുഖ്യമന്ത്രി തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനർത്ഥം ഏറ്റവും അക്കാദമിക് യോഗ്യതയുള്ള ആളുകളുടെ പേര് അത് മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഗവർണർ ഈ പറയുന്ന രാജശ്രീയുടെയോ ഒപ്പം തന്നെ സജി ഗോപിനാഥിന്റെ പേര് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ മാറ്റിവെക്കാനോ ഒപ്പം തന്നെ അതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകാനോ ഉള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് മുഖ്യമന്ത്രി അക്കാദമിക് യോഗ്യത മാത്രം മുൻനിർത്തിയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അക്കാദമിക് യോഗ്യത ഏറ്റവും കൂടുതലുള്ള ആളെ പരിഗണിക്കാതെ ഗവർണർക്ക് ആ ലിസ്റ്റ് താഴേക്ക് മുഖ്യമന്ത്രിക്ക് പിന്നീട് കൈമാറാനുള്ള ഒരു സാധ്യത ഒഴിവാകും എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രി ഓഫീസും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഗവർണറെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് നിലവിൽ എന്തായാലും മുഖ്യമന്ത്രി തയ്യാറാക്കിയിരിക്കുന്നു. ഏറ്റവും അടുത്ത ദിവസം തന്നെ, ഒരുപക്ഷെ ഇന്ന് തന്നെ ആ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഗവർണറുടെ ഓഫീസുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ വ്യക്തമാകുന്നത് ഈ ലിസ്റ്റ് അംഗീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം അക്കാദമിക് ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകൾക്ക് ഏറ്റവും കൃത്യമായി സർവകലാശാലകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾക്ക് പ്രയോറിറ്റി നൽകുകയാണെങ്കിൽ അംഗീകരിക്കാതെ മറ്റു വഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഗവർണറും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സർവകലാശാലകളുടെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിൽ ഒക്കെ നിലനിന്നിരുന്ന പ്രതിസന്ധിക്ക് അയവ് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഗവർണർ ലിസ്റ്റ് അംഗീകരിക്കുകയാണെങ്കിൽ ഇരു സർവകലാശാലകൾക്കും സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും അക്കാദമിക് യോഗ്യതയിൽ മുൻഗണന നൽകിയ ആളുകളെ തന്നെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യത തുറക്കുന്നതാണ് നിലവിൽ മുഖ്യമന്ത്രി തയ്യാറാക്കിയ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഗവർണർ വീണ്ടും UGC പ്രതിനിധിയെ വെക്കണം ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന അത്തരം ഒരു വിധി അത് സ്റ്റേ ചെയ്യണം, അതിൽ ഒരു പുനഃപരിശോധന വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലവിൽ സമീപിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് നിലവിൽ എന്തായാലും ഈ സെർച്ച് കമ്മിറ്റി അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി എന്തായാലും പരിഗണനാക്രമം നിശ്ചയിച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഇത് ഉടനടി തന്നെ ഗവർണർക്ക് കൈമാറും. ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിയമനത്തിൽ വരുമ്പോൾ ഗവർണറുടെ നിലപാട് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്.